എല്ലാവർക്കും നമസ്കാരം. എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ ഈ പേജിലിടുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാനും ഈ വീഡിയോ ഇടാതിരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വെറുതെ സമയം കളയണ്ട. കാരണം നിങ്ങൾ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ രീതി. അത് പേടിക്കണോ വേണ്ടയോ ഭയപ്പെടണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമല്ലേ, എൻ്റെ മാത്രം തീരുമാനമല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി എത്ര നാൾ ആളുകളെ കൊണ്ട് ഇത് ചെയ്യിക്കാതിരിക്കാൻ പറ്റും? വീഡിയോ ഇടിയിക്കാതിരിക്കാനും നിങ്ങൾക്ക് എങ്ങനെ പറ്റും? എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ നിങ്ങളെന്തിനാ ഇത്ര വെപ്രാളം? നിങ്ങൾക്ക് എന്തിനാണ് വിമർശിക്കുക? ഒരാളുടെ വിമർശനം, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനായിട്ടുള്ള എൻ്റെ വിമർശനങ്ങൾ പോലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. എന്തായാലും എൻ്റെ വിമർശനങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടോ ആരും പാർട്ടി മാറാനോ ഒന്നും പോകുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ ഈ പറയുന്ന അനുഭാവികൾക്ക് പേടിയുള്ളത് കൊണ്ടാണല്ലോ നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സിലും മെസ്സേജിലൂടെയും ഫോൺ കോളിലൂടെയും ഒക്കെ വിളിച്ചും അല്ലാതെയൊക്കെ ഭീഷണിപ്പെടുത്തി മെസ്സേജ് അയച്ചും ഒക്കെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ ഞാനിത് നിർത്തിയിട്ട് പോകുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെ ഒരാളാണെങ്കിൽ, നിങ്ങൾ ഭീഷണിപ്പെടുത്തുമ്പോൾ നിർത്തിയിട്ട് പോകാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിത് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ 110-ലധികം വീഡിയോ ഇട്ടു. ഞാൻ ജനുവരി 4-നാണ് ഞാൻ ഈ പേജ് തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ 110-ലധികം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് കേട്ട് ഞാനങ്ങ് പേടിച്ചത് നിർത്തിയിട്ട് പോകാനാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനിത് തുടങ്ങുമോ? നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? അപ്പോൾ വെറുതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി സമയം കളയണ്ട, അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ ഭീഷണിപ്പെടുത്തുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ അടിക്കും, അടിച്ച് നിൻ്റെ നട്ടെല്ലടിച്ചൊടിച്ചിടും, നിൻ്റെ കൈ വെട്ടും, കാല് വെട്ടും. എനിക്കറിയാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നെ കൊല്ലുക എന്നോ അല്ലെങ്കിൽ എൻ്റെ കൈ വെട്ടുക എന്നോ എന്നെ കാല് വെട്ടുക എന്നോ ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് എന്നെ അടിക്കാം, അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷേ എന്ന് കരുതി ഞാനിത് നിർത്തിയിട്ട് പോകും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ എത്ര നാൾ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിൽക്കാൻ പറ്റും? നിങ്ങൾ നിന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. 16-ാമത്തെ വയസ്സിൽ SFI എന്നൊരു സംഘടനയിൽ അംഗത്വം എടുത്ത് അതിനുശേഷം നാളിതുവരെ ഒരു 4 മാസം മുൻപ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ കേൾക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇത്രയും വർഷം, 10-20 വർഷം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ട് ജീവിച്ചൊരു വ്യക്തിയെ ഭീഷണിയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യിക്കാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, അത് ചുമ്മാതാ. പിന്നെ ഞാനിടുന്ന വീഡിയോകൾ എന്താണ്? ഞാൻ എൻ്റെ വീഡിയോകളിൽ ആരെയെങ്കിലും, ഞാനിടുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ചീത്ത വാക്കോ ഒരു മോശം പരാമർശമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാനിടുന്ന വീഡിയോയിൽ വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം, ആശയപരമായിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ, ആശയപരമായി നമുക്ക് സംവദിക്കാം. എന്താ, നിങ്ങൾക്ക് ആശയം സംസാരിക്കാനൊന്നും ഇല്ലേ? നിങ്ങളെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ശരി നിങ്ങൾ എടുത്താൽ മതി. ആ വിമർശനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ ഏതാണ് തെറ്റായിട്ട് ഞാൻ പരാമർശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അല്ലാതെ നിങ്ങൾ ഒരു വിമർശനവും പാടില്ല, നാട് ഭരിക്കുന്നവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ജനാധിപത്യ രാജ്യത്തുള്ള ഒരു പാർട്ടിയെ പറ്റി ഒരു വിമർശനവും പാടില്ല, നേതാക്കളെ പറ്റി ഒന്നും പറയാൻ പാടില്ല, നാട്ടിൽ നടക്കുന്ന ഒന്നിനെയും പറ്റിയും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, ഇത് ഇന്ത്യയാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം നേടിത്തന്നിട്ട് ഭരണഘടന എഴുതി ഉണ്ടാക്കിയപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു സാധനമുണ്ട്. അത് മറ്റൊരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരാളെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരാളെ പറ്റി മോശമായി പറയാനോ ഉള്ള അർഹതയില്ല. പക്ഷേ എനിക്കൊരാളെ ആരോഗ്യപരമായി വിമർശിക്കാം, സഭ്യമായ ഭാഷയിൽ വിമർശിക്കാം. നിങ്ങളുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നൊരു പാർട്ടി ഈ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ എനിക്കതിനെ വിമർശിക്കാനുള്ള ജനാധിപത്യമായിട്ടുള്ള അവകാശമുണ്ട്. എൻ്റെ ജനാധിപത്യമായിട്ടുള്ള അവകാശത്തെ ഭീഷണിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പൊക്കോ. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വീഡിയോ ഇടിയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അല്ലെങ്കിൽ എന്നെ തല്ലിയിട്ട് നിങ്ങൾക്കത് നിർത്തിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ പേജ്
ഫോളോ ചെയ്ത് പോകാനൊന്നും ആരും കാണത്തില്ല. അത് അതോടെ നിൽക്കുമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് പേടിച്ച് നിർത്തിയിട്ട് പോണോ വേണ്ടയോ എന്നും നിങ്ങളെ ഭയപ്പെടണോ വേണ്ടയോ എന്നും തീരുമാനിക്കുന്നത് ഞാനാണ്. അതെൻ്റെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ട് ഈ മെസ്സേജിനകത്തൂടെയും ഈ വാട്സപ്പ് കോളിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഒക്കെ ഈ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളങ്ങ് നിർത്ത്. സമയം കളയുന്നത് നിങ്ങളുടെയും സമയം കളയുകയാണ്, എൻ്റെ സമയം കളയുകയാണ്. നിങ്ങൾക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെല്ലാം വേറെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളത് ചെയ്യുന്നേ. നിങ്ങളെന്തിന് എന്നെ ഭീഷണിപ്പെടുത്തി വെറുതെ സമയം കളയുന്നത്? ഞാനങ്ങനെ നിർത്തിയിട്ട് പോകുന്ന ഒരാളല്ല, നിർത്താൻ വേണ്ടിയല്ല ഇത് തുടങ്ങിയത്. പറഞ്ഞ മനസ്സിലായോ? ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെങ്ങനെയാണ് ഏതൊക്കെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്നേ. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് അനലൈസ് ചെയ്യുകയാണല്ലോ. ഇത് അത്ര പൊട്ടന്മാരായിട്ടല്ലല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഞാൻ 3 വർഷം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച പുനലൂർ പോളിടെക്നിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്. 8-9 വർഷം ഞാൻ MNC കമ്പനികളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ടെക്നിക്കലി എന്തൊക്കെ ഇതിന് വരാമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാനതൊക്കെ ഫോളോ ചെയ്തിട്ടാണ്, ഫേസ്ബുക്കിൻ്റെ എല്ലാ പോളിസീസും ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ, എന്നെ തെറി വിളിക്കുക, എൻ്റെ വീട്ടുകാരെ തെറി വിളിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ആശയപരമായി എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, ആശയപരമായി ആ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, ആ വിമർശനങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആ വിമർശനങ്ങൾ താങ്ങാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് അൺഫോളോ ചെയ്തിട്ട്, പ്രത്യേകിച്ച് CPMകാരോടാണ് പറയുന്നത്, എൻ്റെ പേജ് അൺഫോളോ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് പിന്നെ ആ വീഡിയോ വരത്തില്ലെന്നേ. ഒരാൾ ഷെയർ ചെയ്ത് തന്നാൽ പോലും നിങ്ങൾക്ക് കണ്ടന്റ് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുക. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തുമെന്നും കൊല്ലുമെന്നും പറഞ്ഞ് എത്ര പേരുടെ വാ മൂടി കെട്ടാൻ പറ്റും? എന്തൊരു നാടാണ് നിങ്ങൾ? എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇത്രയും പേടിയാണോ? ഒരു സാധാരണക്കാരനായിട്ടുള്ള ഞാൻ, വെറും 10,000-22,000 ഫോളോവേഴ്സ് ഉള്ള എൻ്റെ പേജിനെ നിങ്ങൾ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ തെറി വിളിച്ച സമയം കളയുന്നത്? അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, എന്നെ തെറി വിളിക്കുന്നവരോടും എന്നെ ഭീഷണിപ്പെടുത്തുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ഞാൻ അങ്ങനെ കേട്ട് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ ഈ പേജ് നിർത്തിയിട്ട് പോകാനോ പോകുന്നില്ല. ഓക്കെ. പിന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും എന്നെ വിമർശിക്കാം. ഞാൻ തെറ്റായ ഒരു കാര്യമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാം. കൃത്യമായിട്ട് നിങ്ങൾ പറയാം. ഞാൻ തിരുത്തേണ്ടടുത്താണെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോശം കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തുക തന്നെ ചെയ്യും. എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അതെല്ലാം സഭ്യമായ ഭാഷയിൽ പറയണമെന്നേ ഉള്ളൂ. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു മോശം വാക്ക് പോലും ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ വേണമെങ്കിലും എന്നെ വിമർശിക്കാം. ഞാനത് അക്സെപ്റ്റ് ചെയ്യും. തിരുത്തണമെങ്കിൽ തിരുത്തും. മാപ്പ് പറയേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് പറഞ്ഞ് തെറ്റ് തിരുത്തി തന്നെ മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നവർ വെറുതെ നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾ ആ സമയം കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് വേറെയുള്ള എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്ന സമയം കൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് റിപ്ലൈ ചെയ്തൊരു വീഡിയോ ഇട്. നമുക്ക് അങ്ങനെ പോവാം. നമുക്ക് ആശയപരമായിട്ട് സംസാരിച്ച് സമ്മതിച്ച് മുന്നോട്ട് പോവാം. അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. എൻ്റെ നിങ്ങൾ ആശയപരമായിട്ട് അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോയെ വിമർശിച്ച് നിങ്ങൾ വീഡിയോ ഇട്, ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ ഇടാം. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാമെന്നേ. ആ ഒരു ചലഞ്ചായിട്ട് എടുക്ക്. ഒരു ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സഖാക്കന്മാരെ, എൻ്റെ വീഡിയോ സഹിക്കാൻ പറ്റാത്ത സഖാക്കന്മാരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ പറയുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ റിപ്ലൈ വീഡിയോ ഇട്. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ആശയപരമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഇതൊരു ഷട്ടിൽ കളിയായിട്ട് എടുക്ക്. ഞാൻ സെർവ് ചെയ്ത് അങ്ങോട്ട് ഇടുന്നു, നിങ്ങൾ തിരിച്ച് റിഫ്ലക്സ് അടിക്ക്. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാന്നേ. ഇതിനെ അങ്ങനെ ഒരു ചലഞ്ചായിട്ട് എടുക്ക്. അല്ലാതെ ചുമ്മാതെ ഭീഷണിപ്പെടുത്തി വെട്ടും കുത്തും കൊല്ലും നട്ടല്ലൊടിച്ചിടും. എന്തുവാ ഇത്? കഷ്ടം. 10-36 വയസ്സുണ്ടെന്നേ. കൊച്ചു പിള്ളേരോടൊക്കെ പറ, അവർ കേൾക്കുമായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? എങ്ങനെ? അത് തന്നെ. നിങ്ങളുടെ ഒരു മൂത്ത സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാണ്? കൊല്ലാം, പക്ഷേ അത് തന്നെ. അത് ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പോൾ കൊല്ലാം, പക്ഷേ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോ. ഓക്കെ.